Properties of Legendre polynomials. Section 33. Properties of Legendre polynomials. Legendre polynomial എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് it is the solution of the Legendre's equation. Then actually the polynomial is ഇങ്ങനെയായിരുന്നു define ചെയ്തിട്ടുണ്ടായിരുന്നത് f of minus n plus 1. Then what was c there? Minus n plus 1, c was 1. Then here it is 1 minus x by 2. Okay, so this polynomial is actually known as Legendre polynomials. Now today we will study some properties of Legendre polynomials. So one important property is orthogonality. So this is the orthogonality property of Legendre polynomials. The statement is integral minus 1 to 1 Pm of x into Pn of x dx equal to 0 if m not equal to n. And is equal to 2 by 2n plus 1 if m equal to n. So this is the orthogonality property of Legendre polynomials. Pmx is the mth Legendre polynomial, that is here Pm of x becomes f of minus m plus 1 minus x by 2. And Pn of x is f of minus n plus 1 minus x by 2. And we integrate integral minus 1 to 1 definite integral of Pmx into Pnx dx equal to 0 if m not equal to n. M ഉം n ഉം ഡിഫറെന്റ് ഇന്റീജേഴ്സ് ആണ് എങ്കിൽ അതായത് Pm of x m ലെസ് ദാൻ എന്നോ അല്ലെങ്കിൽ n ലെസ് ദാൻ എമ്മോ ആണെങ്കിൽ ഓക്കെ നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ ഈ ഇന്റഗ്രലിന്റെ വാല്യൂ എല്ലായ്പ്പോഴും 0 ആയിരിക്കും. m ഈക്വൽ ടു n ആവുക എന്ന് പറഞ്ഞാൽ ദിസ് ഇന്റഗ്രൽ ബിക്കംസ് ഇന്റഗ്രൽ minus 1 to 1 Pn സ്ക്വയർ x dx. ഓക്കെ, ഇറ്റ്സ് ഈക്വൽ ടു 2 by 2n plus 1. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. സോ നമ്മൾ ഇതിന്റെ പ്രൂഫിലേക്ക് കടക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഈ ഇന്റഗ്രൽ ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. സോ ഇന്റഗ്രല് പി എൻ ഓഫ് എക്സിനെ നമ്മൾ ഇവിടെ തന്നെ വെച്ചുകൊണ്ട് പി എം എക്സിന് പകരം നമ്മളൊരു വെറുതെ ഒരു ഫംഗ്ഷനെ ആ സ്ഥാനത്ത് കൊണ്ടുപോയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഇന്റഗ്രൽ minus 1 to 1 സം എഫ് ഓഫ് എക്സ് ഇൻറ്റു പി എൻ എക്സ് ഡി എക്സ് ആദ്യം നമ്മൾ ചെയ്യുന്നു. അതായത് രണ്ട് പോളിനോമിയൽസും കൂടെ ഇന്റഗ്രലിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമുക്കത് ഫോർവേഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം പി എൻ ഓഫ് എക്സിനെ തന്നെ നിങ്ങൾക്കറിയാം പ്രോഡക്ട്സ് ഫോമില അത്യാവശ്യം വലിയൊരു എക്സ്പ്രഷൻ ആണ്. അപ്പൊ ഈ ഇന്റഗ്രലിന്റെ ഉള്ളിൽ രണ്ടും കൂടെ അതുപോലുള്ള രണ്ട് എക്സ്പ്രഷൻ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. So here we substitute Pm of x equal to some function f of x. So we assume that f of x is a function with at least n continuous derivatives on the interval minus 1 less than or equal to x less than or equal to 1. കാരണം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് minus 1 to 1 ആണല്ലോ. സോ ആ ഇന്റർവെലിന്റെ ഉള്ളിൽ ഈ പി എം ഓഫ് എക്സിന് m കണ്ടിന്യൂസ് ഡെറിവേറ്റീവ്സ് ഉണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അത്തരത്തിലുള്ള പി എം ഓഫ് എക്സിനല്ല വി അസ്യൂം ദാറ്റ് ഫംഗ്ഷൻ f of x has m continuous derivatives on this interval. Okay, now we consider നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് we consider capital I equal to integral minus 1 to 1 f of x into pnx dx. Okay, ഇതാണ് നമ്മൾ ഫോർവേഡ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അവസാനം ഈ റിസൾട്ടിലേക്ക് എത്തിക്കണം. സോ ദിസ് ഈക്വൽ ടു നമുക്കറിയാം പി എൻ ഓഫ് എക്സിന് ജനറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റോഡ്രിക്സ് ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. വാട്ട് വാസ് എ റോഡ്രിക്സ് ഫോർമുല? പി എൻ ഓഫ് എക്സ് ഈക്വൽ ടു this 1 by 2 raised to n into n factorial dn by dx raised to n of x square minus 1 whole raised to n. ഇത് പഠിച്ചു വെക്കേണ്ട ഫോർമുലയാണ്. ഓക്കെ, സോ ദിസ് വാസ് റോഡ്രിക്സ് ഫോർമുല. സോ ഈ കാണുന്ന എക്സ്പ്രഷൻ പി എൻ ഓഫ് എക്സിന് പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ ഇറ്റ് ബിക്കംസ് 1 by 2 raised to n into n factorial. We can take outside the integral sign. Then minus 1 to 1. Now we have f of x into pn of x ന് പകരം ഇവിടെ വരാം dn by dxn of x square minus 1 whole raised to n dx. Okay, pnx ന് പകരം നമ്മൾ റോഡ്രിക്സ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ദിസ് ഈക്വൽ ടു ഇതൊരു ഇന്റഗ്രൽ ആണ്, ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. നമുക്കിത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വഴി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. കാരണം സെക്കൻഡ് എക്സ്പ്രഷൻ സെക്കൻഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നമുക്ക് അറിയാം, സോറി ഇന്റഗ്രൽ നമുക്ക് അറിയാം. ഇത് ഡി എൻ ബൈ ഡി എക്സ് റേസ് ടു എൻ ഓഫ് സംതിങ് ഫോമിലാണല്ലോ ഉണ്ടാവുക ഉള്ളത്. സോ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറും? n minus 1th ഡെറിവേറ്റീവ് ആയിട്ട് മാറും. So we know the integral of the second function here, and we can write the derivative of its function as f dash x. So we can use the rule integration by parts to evaluate this part. Okay, so we can write here 1 by 2 raised to n into n factorial. വലിയൊരു ബ്രാക്കറ്റ് ഇട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. So first function into integral of second. First function f of x ആണ്. Integral of second എന്ന് പറഞ്ഞാൽ dn minus 1
എക്സ് സ്ക്വയർ മൈനസ് 1 ഹോൾ റേസ് ടു n. ഏത് ഫംഗ്ഷനെയാണോ നമ്മൾ nth ഡെറിവേറ്റീവ് എടുക്കാറുള്ളത് അതിന്റെ n-1th ഡെറിവേറ്റീവ് ആണ് നമ്മൾ എഴുതേണ്ടി വരിക. ഇസ് ഇറ്റ് ക്ലിയർ? അങ്ങനെ എഴുതിയാൽ കൺഫ്യൂഷൻ ഒന്നുമില്ല അല്ലെ. ഇത് എഴുതിയിരിക്കുന്നത് ഈ ഫംഗ്ഷന്റെ nth ഡെറിവേറ്റീവ് ആണ്. ഏതോ ഒരു ഫംഗ്ഷൻ അതിന്റെ nth ഡെറിവേറ്റീവ് ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അതിനെ നമ്മൾ ഒരു പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അതിന്റെ ഒരു nth ഡെറിവേറ്റീവ് നള്ളിഫൈ ചെയ്ത് പോകുന്നു. തിരിച്ചത് n-1th ഡെറിവേറ്റീവ് ആയിട്ട് മാറുന്നു ഫംഗ്ഷൻ. ഓക്കെ, സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് നമ്മൾ ചെയ്തു ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് -1 to 1. ഓക്കെ, മൈനസ് ഇന്റഗ്രൽ ഓഫ് -1 to 1 ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ദാറ്റ് ഈസ് f dash x into integral of second again. So we have dn-1 of x square minus 1 whole raised to n by dx raised to n-1. Okay, so we can close the curly bracket also here. So again, function. Now we can apply the upper and lower limits here. What happens if we put x equal to 1, upper limit x in 1, here it becomes 1 minus 1. It is 0. So this whole function becomes 0. Okay, what happens if we put x equal to -1? When x equal to -1 also, -1 square is 1, 1 minus 1 0 ആയിട്ട് മാറി. So അതിന്റെ n-1 ഡെറിവേറ്റീവ് എടുത്താലും 0 ആണ്. ഹോൾ ഫംഗ്ഷൻ becomes 0. So ഈ ഒരു ഭാഗം മുഴുവനായിട്ട് നമുക്ക് 0 ആയിട്ട് പോയി. Okay, so ബാക്കിയുള്ള എലമെന്റ്സ് എഴുതാൻ നമുക്ക്. So it's a minus sign here. So -1 by 2 raised to n into n factorial integral -1 to 1 f dash of x into dn-1 by dx raised to n-1 of x square minus 1 whole raised to n dx. Integral dx ആണ് പെട്ടിരിക്കുന്നത്. ആർക്കും പ്രശ്നമില്ലാന്ന് വിചാരിക്കുന്നു. So let us continue. So നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണ്? I എന്ന് പറയുന്ന ഒരു ഇന്റഗ്രൽ നമ്മളിവിടെ കൺസിഡർ ചെയ്തു. ഇന്റഗ്രൽ -1 to 1 f of x into pn of x dx. ഓക്കെ, അതിന് ഒരു പ്രാവശ്യം നമ്മൾ ഇവിടെ ഇന്റഗ്രൽ ഒക്കെ അപ്ലൈ ചെയ്തപ്പം ഇത്തരത്തിൽ വീണ്ടും ഒരു ഇന്റഗ്രലിലേക്കാണ് നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചെയ്ത ഈ പ്രോസസ്സ് ഇവിടെ വെച്ച് ഇനിയും നമുക്ക് റിപ്പീറ്റ് ചെയ്യാലോ. എത്ര പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും? ഈ കാണുന്ന ഫംഗ്ഷൻ 0 ആവുന്നത് വരെ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഈ ഇന്റഗ്രൽ മുഴുവനായിട്ട് മാറി കിട്ടണമെങ്കിൽ ഈ സെക്കൻഡ് ഫംഗ്ഷൻ ഇന്റഗ്രൽ എടുക്കുന്നതിനനുസരിച്ച് ഇതിന്റെ ഡിഗ്രി കുറഞ്ഞു വരുമല്ലോ. അതിനനുസരിച്ചിട്ട് അതായത് ഡിഗ്രി മീൻസ് നമ്മൾ ആദ്യം dn ആണ് nth ഡിഗ്രി ഡെറിവേറ്റീവ് ആയിരുന്നു വേണ്ടത്. അത് n-1th ഡെറിവേറ്റീവ് ആയി മാറി. ദെൻ ഒന്നുകൂടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് n-2th ഡെറിവേറ്റീവ് ആവും. അങ്ങനെ കുറഞ്ഞു വന്നിട്ട് ഈ ഡെറിവേറ്റീവ് d0 ആയി മാറുന്നവരെ, ഇവിടെയുള്ള എക്സ്പ്രഷൻ 0 ആയി മാറുന്നത് വരെ നമുക്ക് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. സോ വാട്ട് ഹാപ്പൻസ് ഇഫ് യു കണ്ടിന്യൂ ദ പ്രോസസ്? സോ കണ്ടിന്യൂയിങ് ടു ഇന്റഗ്രേറ്റ് ബൈ പാർട്സ് i equal to, ഇത് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇത് എങ്ങനെ വരുന്നുണ്ടാവും എന്ന് എഴുതി നോക്കാം. നമുക്ക് ഇത് ഒരു പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് സൈൻ പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം കൂടെ ചെയ്താൽ ഒന്നും കൂടി നെഗറ്റീവ് സൈനും കൂടെ വരും. സോ -1 സ്ക്വയർ ആയിട്ട് മാറും. ഡിവൈഡഡ് ബൈ 2 raised to n into n ഫാക്ടോറിയൽ മാറ്റമൊന്നും വന്നിട്ടില്ല. -1 to 1 f dash of x into, ഇവിടെ എന്ത് വരും? f dash അല്ലല്ലോ, f double dash of x ആയിട്ട് മാറും. അതായത് ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന f of x ന്റെ സ്ഥലത്ത് ഇവിടെ f dash of x ആയിട്ട് മാറി. സോ അടുത്ത ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്താൽ ഇവിടെ f double dash of x ആയിട്ട് മാറും. Then what happens? dn-2 by dx raised to n-2 of x square minus 1 whole raised to n dx. ഇങ്ങനെയായിട്ട് മാറും. ഇത് രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തപ്പം ഇങ്ങനെയാണ് വരുന്നത്. ഇതുപോലെ നമ്മൾ n ടൈംസ് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ n-n ആയിട്ട് 0 ആയിട്ട് മാറുന്നത്. ഓക്കെ, സോ n ടൈംസ് നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ what happens? I equal to -1 raised to n divided by 2 raised to n into n factorial integral -1 to n f nx, nth ഡെറിവേറ്റീവ് എഴുതേണ്ടി വരും. ഓക്കെ, f n of x into ഇവിടെ എന്ത് മാറും? d raised to 0 by dx raised to 0 എന്നായിട്ട് മാറും. അതായത് 0th ഡെറിവേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ മാത്രം എഴുതുക എന്നർത്ഥം. ഡെറിവേറ്റീവ് സിഗ്നൽ അവിടെ സൈൻ അവിടെ എഴുതേണ്ട ആവശ്യമില്ല. സോ വി ഹാവ് x square minus 1 whole raised to n dx. ആ ഡെറിവേറ്റീവ്സ് നള്ളിഫൈ ചെയ്ത് പോയിട്ട് അവസാനം ഡെറിവേറ്റീവ് സൈൻ ഇല്ലാതായി മാറും. ഓക്കെ, സോ ദിസ് ഇസ് ദ എക്സ്പ്രഷൻ I know. ഈ കാണുന്ന പ്രോസസ്സ് നമ്മൾ ഇപ്പൊ ചെയ്ത പോലെ നമ്മൾ n ടൈംസ് റിപ്പീറ്റഡ് ആയിട്ട് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ nth ടൈം ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എക്സ്പ്രഷൻ ലഭിക്കുന്നത്. നമുക്ക് ചെയ്യേണ്ടിയിരുന്നത് ഇന്റഗ്രൽ -1 to 1 pmx into pnx dx ആണ്. അതിന് പകരം നമ്മൾ pmxന്റെ സ്ഥലത്ത് f of x എടുത്തിട്ട് ചെയ്തപ്പോഴാണ് ഇപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള റിസൾട്ട് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇഫ് f of x equal to pmx? f of x equal to pm of x ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. With m less than n, what happens?
എം ലെസ് ദാൻ എൻ ആവുക എന്ന് പറഞ്ഞപ്പം ഈ കാണുന്ന എക്സ്പ്രഷൻ ശ്രദ്ധിക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന പി എം ഓഫ് എക്സ് ഇൻറ്റു പി എൻ ഓഫ് എക്സ് കൺസിഡർ ചെയ്ത സമയത്ത് ഇവിടെ തന്ന സമയത്ത് എം ലെസ് ദാൻ എൻ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, നമുക്ക് റിസൾട്ടിൽ വരേണ്ടത് എം നോട്ട് ഈക്വൽ ടു എൻ ആണെങ്കിൽ ഈ ഇന്റഗ്രൽ 0 ആയിരിക്കുമെന്നാണ്. പക്ഷെ എം നോട്ട് ഈക്വൽ ടു എൻ ആവുന്ന സമയത്ത് ഒന്ന് ചെറുതും ഒന്ന് വലുതുമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. രണ്ടും ഇൻഡിജേഴ്സ് ആണ് എമ്മും എന്നും. ഒന്ന് ചെറുതും ഒന്ന് വലുതുമായിരിക്കും. അതിൽ ചെറിയ ഇന്റിജറിനെയാണ് നമ്മൾ ഇവിടെ ഫസ്റ്റ് ഇന്റഗ്രലിൽ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് എഴുതുന്നതായിട്ട് പരിഗണിക്കാം. അതായത് പി എം ഓഫ് എക്സ് നമ്മൾ ആദ്യം എഴുതുന്നതായിട്ട് പരിഗണിക്കാം. ഓക്കെ, സോ നമ്മൾ വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി വി മേ അസ്യൂം ദാറ്റ് എം ഇസ് ലെസ് ദാൻ എൻ ഹിയർ. സോ അത്തരത്തിലാണ് നമ്മൾ ഇവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഇഫ് എം നോട്ട് ഈക്വൽ ടു എൻ ആണെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം എം ലെസ് ദാൻ എൻ ആവുന്ന കേസ്. സോ ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പി എം എക്സ് വിത്ത് എം ലെസ് ദാൻ എൻ, വാട്ട് ഹാപ്പൻസ്? then what will be nth derivative of f of x? f of x ന് പകരം നമുക്ക് പി എം എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് എൻ ഓഫ് എക്സ് ഈക്വൽ ടു പി എം ഓഫ് എക്സ് എൻ. അതായത് nth ഡെറിവേറ്റീവ് എന്ന് എഴുതണം. അതിങ്ങനെ എഴുതി കൺഫ്യൂഷൻ ആവണ്ട. വി ഹാവ് ഡി എൻ ബൈ ഡി എക്സ് റേസ് ടു എൻ ഓഫ് പി എം എക്സ് എന്ന് വരും. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ടു ദിസ് ഡെറിവേറ്റീവ്? പി എം എക്സ് ഇസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി എൻ. ഓക്കെ, ആൻഡ് എം ഇസ് ലെസ് ദാൻ എൻ. ഇത് mth ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയൽ ആണ്. നമുക്ക് ഡെറിവേറ്റീവ് പക്ഷെ എത്ര പ്രാവശ്യം എടുക്കണം? n ടൈംസ് നമുക്ക് ഡെറിവേറ്റീവ് എടുക്കണം. nth ഡെറിവേറ്റീവ് കാണണം. പക്ഷെ n എന്ന് പറയുന്നത് m-നേക്കാൾ വലിയ ഒരു നമ്പർ ആണ്. സോ വാട്ട് ഹാപ്പൻസ് ടു ദിസ് ഡെറിവേറ്റീവ്? 0 ആയിട്ട് മാറും. കാരണം നമ്മളിപ്പോ x² - 1 എന്ന് പറഞ്ഞ ഒരു പോളിനോമിയൽ, അതിനെ എനിക്ക് തേർഡ് ഡെറിവേറ്റീവ് ആണ് കാണുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് അത് 0 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, സോ അത്തരത്തില് ഇവിടെ നമ്മൾ കാണുന്നത് nth ഡെറിവേറ്റീവ് ആണ്. പക്ഷെ പോളിനോമിയലിന് ഡിഗ്രി m ആണ്. സോ nth ഡെറിവേറ്റീവ് ബിക്കംസ് 0. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ്? i ഈക്വൽ ടു 0. നമ്മൾ i എന്തായിരുന്നു? i ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തത് ഇതായിരുന്നു. ഇവിടെ എഫ് ഓഫ് എക്സിന് പി എം ഓഫ് എക്സ് കൊടുത്തു. എം ലെസ് ദാൻ എൻ ആണ് നമ്മൾ അസ്യൂം ചെയ്തു. എം നോട്ട് ഈക്വൽ ടു എൻ ആവുന്ന കേസാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് i equal to 0. Okay, this proves the first part. ഇന്റഗ്രലിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് m ഈക്വൽ ടു n ആവുന്ന കേസാണ് ചെയ്യാനുള്ളത്. ഓക്കെ, now we put f of x equal to p n x. ഇതിന് നമുക്കൊരു സ്റ്റാർ മാർക്ക് കൊടുക്കാം. അത് വെച്ചിട്ടാണല്ലോ നമ്മളിപ്പോൾ ബാക്കി ചെയ്യുന്നത്. ഓക്കെ, സോ എഫ് ഓഫ് എക്സിന് പി എൻ എക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് i കണ്ടുപിടിക്കാൻ പറ്റുക. So we have to find fn of x, nth derivative of f of x നമുക്ക് കാണണം. അതായത് ഈ pn of x ന്റെ nth ഡെറിവേറ്റീവ് എനിക്ക് കണ്ടുപിടിക്കണം. Okay, so I have to find dn by dx raised to n of pnx. സ്റ്റാറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, pn of x എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത് റോഡ്രിക്സ് ഫോർമുല പ്രകാരം f of minus n plus 1 minus x by 2 എന്നായിരുന്നു. ഈ പോളിനോമിയൽ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് റേസ് ടു എന്നിന്റെ കൊയിഫിഷ്യന്റ് ആയിട്ട് വരാം 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ സ്ക്വയർ ഇൻറ്റു 2 റേസ് ടു n എന്നാണ്. ഇത് റോഡ്രിക്സ് ഫോർമുല ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യം വന്നിരുന്നു. നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ലെജൻഡർ പോളിനോമിയലിന്റെ എക്സ് റേസ് ടു എന്നിന്റെ കൊയിഫിഷ്യന്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന എക്സ്പ്രഷൻ ആണ്. എന്തിനായിരിക്കും ഞാൻ ഇവിടെ ഇത് എഴുതിയിട്ടുള്ളത്? ഈ കാണുന്ന പി എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് nth ഡിഗ്രി പോളിനോമിയൽ ആണ്. ഓക്കെ, സോ നമ്മൾ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ nth ഡെറിവേറ്റീവ് കാണുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എഴുതുന്നത് x³ - 2x² എന്നൊരു പോളിനോമിയൽ ഞാൻ എടുത്തു. എനിക്ക് ഇതിന്റെ തേർഡ് ഡെറിവേറ്റീവ് ആണ് കാണേണ്ടതെന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ടും തേർഡ് ഡെറിവേറ്റീവ് എടുക്കുന്ന ഈ പ്രോസസ്സിന്റെ ഇടയ്ക്ക് അതിനേക്കാൾ കുറഞ്ഞ ഡിഗ്രി ഉള്ള എല്ലാ ടേംസും 0 ആയിട്ട് മാറും അല്ലെ? അങ്ങനെയല്ലേ വരുള്ളൂ. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇത് dx² / dx² ഓഫ് 3x² - 4x സംതിങ്. ഈ ലാസ്റ്റ് പാർട്ട് നമുക്ക് റെലവെന്റേ അല്ല. കാരണം അത് ഡെറിവേറ്റീവ് എടുത്തുകൊണ്ടേ ഇരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇതെന്തായി മാറിയിട്ടുണ്ടാവും? ഇതിപ്പോ 4 ആയിട്ട് മാറി. ദെൻ ഒരു പ്രാവശ്യം കൂടെ ഇത് കണ്ടു കഴിഞ്ഞാൽ 6 എന്ന് കിട്ടി. ഓക്കെ, -4ന്റെ ഡെറിവേറ്റീവ് 0 ആയിട്ട് മാറി. സോ ഇവിടെ തേർഡ് ഡെറിവേറ്റീവ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ ഡിഗ്രിയിലെ ടേംസ് എല്ലാം തന്നെ ഈ തേർഡ് ഡെറിവേറ്റീവ് എടുക്കുന്ന പ്രോസസ്സിന്റെ ഇടയ്ക്ക് അത് 0 ആയിട്ട് മാറും. ആകെ നമുക്ക് ബാക്കി ഉണ്ടാവുക എക്സ് റേസ് ടു n എന്ന ടേമിന്റെ ഡെറിവേറ്റീവ് മാത്രമേ ലാസ്റ്റ് സ്റ്റെപ്പ് വരെ അത് ബാക്കിയായിട്ട് നിൽക്കുള്ളൂ അല്ലെ? ഈ ഒരു ടേം മാത്രമേ നമുക്ക് റെലവെന്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അതായത് x³ ആണെങ്കിൽ തേർഡ് ഡെറിവേറ്റീവ്, എക്സ് റേസ് ടു n ആണെങ്കിൽ അതിന്റെ nth ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് ആ ഒരു ടേമിന്റെ ഡെറിവേറ്റീവ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരും. സ്വാഭാവികമായും നമുക്ക് എങ്ങനെ വരും? x³ ഇപ്പൊ എക്സ് റേസ് ടു n ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഇതിന്റെ വെറും എക്സ് റേസ് ടു n എന്ന് മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് നമുക്ക് എഴുതുക? nth ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെ എഴുതും? So this can be written as dn - 1 by dx raised to n - 1 of n into x raised to n - 1.
ഒരു പ്രാവശ്യം കൂടെ ചെയ്താൽ dn-2 by dx raised to n-2 of n into n-1 into x raised to n-2. ഇതുപോലെ നമ്മൾ ഇങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കാം. ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്തേ ഉണ്ടാവുള്ളൂ? n into n-1 into n-2 into അങ്ങനെ വന്ന് എക്സെട്ര into 1. Okay, into x raised to 0 എന്നായിരിക്കും വരിക. Okay, so this equal to n factorial. So നമുക്ക് വെറും x raised to n മാത്രമേ ഉള്ളൂ എങ്കിൽ അതിന്റെ nth ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് n factorial എന്നാണ്. x raised to n ന് ഒരു കോയിഫിഷ്യന്റ് കൂടി ഉണ്ടായിരുന്നെങ്കിലോ, ആ കോയിഫിഷ്യന്റ് ഒരു കോൺസ്റ്റന്റിനെ നമ്മൾ ഈ ഡെറിവേറ്റീവിന്റെ കൂടെ എല്ലായ്പ്പോഴും കീപ്പ് ചെയ്യും. സോ ആ കോൺസ്റ്റന്റ് എന്താണോ ദാറ്റ് ഇൻറ്റു n ഫാക്ടോറിയൽ ആയിരിക്കും ഇതിന്റെ ഡെറിവേറ്റീവ് nth ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നമുക്ക് അതുപോലെ പി എൻ എക്സിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ പി എൻ എക്സ് ഇസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി n. സോ അതിൽ എക്സ് റേസ് ടു n, എക്സ് റേസ് ടു n-1, എക്സെട്ര എക്സ് റേസ് ടു 1, എക്സ് റേസ് ടു 0 ഈ ടേംസ് എല്ലാം തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ nth ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് അതിന്റെ എക്സ് റേസ് ടു n-ന്റെ ടേം എന്താണോ അത് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ബാക്കി ടേംസിന്റെ ഒക്കെ ഡെറിവേറ്റീവ് nth ഡെറിവേറ്റീവ് കാണുന്നതിന്റെ ഇടയ്ക്ക് 0 ആയിട്ട് മാറിയിട്ടുണ്ടാവും. സോ എക്സ് റേസ് ടു n ഉൾപ്പെടുന്ന ടേം എന്താണ് വരുന്നത്? അതിന്റെ കൊയിഫിഷ്യന്റ് ആണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ കൊയിഫിഷ്യന്റ് ഇൻറ്റു എക്സ് റേസ് ടു n, അങ്ങനെയാണ് എക്സ് റേസ് ടു n ഉൾപ്പെടുന്ന ടേം നിൽക്കുന്നത്. സോ അതിന് nth ഡെറിവേറ്റീവ് എടുത്താൽ എങ്ങനെ ഉണ്ടാവും? കോയിഫിഷ്യന്റ് നമ്മൾ ആദ്യം അങ്ങനെ തന്നെ എഴുതുന്നു, 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ സ്ക്വയർ ഇൻറ്റു 2 റേസ് ടു n ഇൻറ്റു n ഫാക്ടോറിയൽ. ഈ n ഫാക്ടോറിയൽ എവിടുന്നാണ് വന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. എക്സ് റേസ് ടു n ആണ് വരുന്നത്. n പ്രാവശ്യം നമ്മളിതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ n ഇൻറ്റു n-1 ഇൻറ്റു അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ തൊട്ട് മുമ്പ് കാണിച്ചു. സോ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അവസാനം n ഫാക്ടോറിയൽ ഉണ്ടാവും. സോ ദിസ് ഇസ് dn by dx raised to n of pnx. ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഈ സ്റ്റാർ നൊട്ടേഷനിൽ ഇത് കൊണ്ടേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ f of x equal to pnx അല്ലേ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ f of x ന് pnx കൊടുത്തു, അതിന്റെ nth ഡെറിവേറ്റീവ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു വെച്ചു. സോ ലെറ്റ് us substitute all in equation star here. So equation star becomes, therefore star implies I equal to -1 raised to n divided by 2 raised to n by n factorial, 2 raised to n into n factorial, integral -1 to 1. Now we substitute here these terms, 2n factorial divided by n factorial, or n factorial ഇവിടെ cancel ചെയ്ത് പോകുന്നുണ്ട്. What remains is n factorial into 2 raised to n into, what was the, x square minus 1 whole raised to n dx. Okay, so നമുക്ക് ഈ കോൺസ്റ്റൻസിനെയും കൂടെ പുറത്തേക്ക് വെക്കാം. So it becomes ഒരു -1 റേസ് ടു n ഉള്ളത് ഞാൻ ഇവിടെ കൊണ്ടേ മൾട്ടിപ്ലൈ ആണ്. സോ ഇതിനെ 1 മൈനസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു n എന്ന് എഴുതാം. -1 ഒഴിവാക്കാം. സോ വി ഹാവ് 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു n ഫാക്ടോറിയൽ, ദാറ്റ് ഇസ് n ഫാക്ടോറിയൽ സ്ക്വയർ. 2 റേസ് ടു n ഇൻറ്റു 2 റേസ് ടു n is 2 റേസ് ടു 2n, 2 റേസ് ടു n പ്ലസ് n, ദാറ്റ് ഇസ് 2 റേസ് ടു 2n. ഇന്റഗ്രൽ -1 to 1, 1 മൈനസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു n dx. ഓക്കെ, സോ ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇനി നമ്മളുടെ മുമ്പിലുള്ള പ്രശ്നം. ഹൗ ക്യാൻ വി ഇവാലുവേറ്റ് ദിസ് ഇന്റഗ്രൽ? ഡെഫിനിറ്റ് ഇന്റഗ്രൽ നിങ്ങൾ +2 ലെവലിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതുപോലെ ഒരു ഇന്റഗ്രൽ തന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് ഇവാലുവേറ്റ് ചെയ്യാമെന്ന്. വാട്ട്സ് ദ മെത്തേഡ്? സോ വി പുട്ട് ഹിയർ ദാറ്റ് x ഈക്വൽ ടു സൈൻ തീറ്റ. എക്സിനെ നമ്മൾ സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വെൻ x ഈക്വൽ ടു 1, എക്സ് ലിമിറ്റ്സ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് വെക്കാം. വെൻ x ഈക്വൽ ടു 1, വാട്ട് വിൽ ബി തീറ്റ? And when x equal to -1, what will be theta? എന്ത് സംഭവിക്കും? x 1 ആവുന്ന സമയത്ത് sin theta equal to 1 എന്ന് ലഭിക്കണം. So theta equal to π/2. Then നമുക്കൊരു കാര്യം ചെയ്യാം. ഈ -1 to 1 ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു 2 ടൈംസ് എഴുതാം അല്ലെ. ഒരു ഇതാണല്ലോ നമ്മുടെ ഈവൻ ഫംഗ്ഷൻ അല്ലേ. 1 മൈനസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞ ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എക്സിന് -x കൊടുത്തു കഴിഞ്ഞാലും ഫംഗ്ഷനിൽ മാറ്റമൊന്നുമില്ല. -x സ്ക്വയർ ഇസ് എക്സ് സ്ക്വയർ ഇറ്റ് സെൽഫ്. ഈവൻ ഫംഗ്ഷൻസ് ആണെങ്കിൽ ഇന്റഗ്രൽ -a to a വരുന്ന ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ നമുക്ക് 2 ടൈംസ് ഇന്റഗ്രൽ 0 to a ഫോമിൽ എഴുതാം. So it is 2 times 2n factorial by n factorial square into 2 raised to 2n into integral 0 to 1 minus x square raised to n dx. So here when x equal to 0, okay, എഴുതാൻ കുറച്ചുകൂടെ സുഖം ഉണ്ടാവും. Theta equal to 0. Okay, sin 0 is 0. So let us substitute here. This equal to 2 into 2n factorial divided by n factorial square into 2 raised to 2n integral 0 to π/2 1 minus sin square theta. It is actually equal to cos square theta. അങ്ങനെ എഴുതാലോ. Cos square theta whole raised to n into what is dx. Derivative of sin theta is cos theta with respect to theta ആയതുകൊണ്ട് d theta. So we can write here into cos theta d theta. So
So this equal to 2 into 2n factorial divided by n factorial square into 2 raised to 2n integral 0 to pi by 2. ഇതൊന്ന് ഇവാലുവേറ്റ് ചെയ്താൽ എങ്ങനെ വരും? ഇത് cos raised to 2n theta into cos theta ആണ്. So it is cos raised to 2n plus 1 theta d theta. ഓക്കെ, നമുക്ക് ഡിറൈവ് ചെയ്ത് നോക്കാം എന്താണ് ആ റിസൾട്ട് വരുന്നത്. സോ ഈ കാണുന്ന ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യലാണല്ലോ നമ്മുടെ ഉദ്ദേശം. സോ വി കൺസിഡർ ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2. ഇത് കാണുന്ന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐ ആണ്. ഐ ഈക്വൽ ടു ഇതിനെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സോ ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 കോസ് റൈസ് ടു 2n തീറ്റ ഇൻടു കോസ് തീറ്റ ഡി തീറ്റ. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ ദിസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ കോസ് റൈസ് ടു 2n തീറ്റ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇതിനെ നമുക്ക് ഞാൻ തൽക്കാലം ഐ എൻ എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ഐ എൻ ഇസ് ഈക്വൽ ടു ദിസ് വൺ. So integral first function into integral of second cos theta integral sin theta between limits 0 to pi by 2 minus integral of 0 to pi by 2 derivative of first, that is cos raised to 2n theta derivative 2n into cos raised to 2n minus theta into cos theta derivative into sin theta. ഇത്രയും വരും cos raised to 2n theta derivative. Then cos theta integral എഴുതുന്ന സമയത്ത് sin theta d theta അങ്ങനെയാണ് വരിക. Okay, so here we have minus of minus ഇവിടെ plus ആയിട്ട് മാറുന്നുണ്ട്. So this equal to ഈ കാണുന്ന ടേം 0 ആയിട്ട് മാറി, ബാക്കിയുള്ളതാണ് എഴുതുന്നത് 2n into integral 0 to pi by 2 cos raised to 2n minus 1 theta into sin square theta d theta. Okay, sin square theta ഞാൻ 1 minus cos square theta എന്ന് എഴുതുന്നു. So this becomes cos raised to 2n minus 1 theta into 1 minus cos square theta d theta, which equals 2n into integral 0 to pi by 2 cos raised to 2n minus theta into 1, that is cos raised to 2n minus 1 theta രണ്ട് ഇന്റഗ്രൽ ആക്കി മാറ്റി എഴുതാം d theta minus 2n into ഈ 2n രണ്ടിനും ബാധകമാണ് integral 0 to pi by 2 cos raised to 2n minus 1 theta into cos square theta, that is cos raised to 2n plus 1 theta d theta. ഇനി ഇപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്നതും നമ്മൾ തുടക്കത്തിൽ എഴുതിയതുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഐ എന്നിലായിരുന്നു. ഐ എൻ ആക്ച്വലി ഇവിടെയും അല്ല, ഐ എൻ ആയിട്ട് ഞാൻ എഴുതേണ്ടത് ഇവിടെയല്ല. ഐ എൻ ഇസ് ആക്ച്വലി ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 cos raised to 2n plus 1 theta d theta. ഇതാണ് നമ്മുടെ ഐ എൻ. ഓക്കെ, അതനുസരിച്ച് ഇപ്പൊ നമുക്ക് ഇവിടെ ലഭിച്ചത് എന്താണ് എന്ന് നോക്കാം. ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇവിടെയുള്ള എന്നിന് പകരം 2n plus 1 പകരം ഇവിടെ 2n minus 1 ആയിട്ട് മാറി. സോ ഇവിടെ ഐ എൻ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? എന്നിന് എന്തായിട്ട് റീപ്ലേസ് ചെയ്യുമ്പോഴാണ് ഇത് ഇവിടെ ലഭിക്കുന്നത്? എന്നിന് നമ്മൾ n minus 1 ആയിട്ട് റീപ്ലേസ് ചെയ്യാന്ന് വിചാരിക്കാം. സോ 2n plus 1 എന്നത് 2 into n minus 1 plus 1 ആയിട്ട് മാറും. 2n minus 2 plus 1, that is 2n minus 1. ഓക്കെ, സോ ഈ കാണുന്ന എക്സ്പ്രഷനിൽ എന്നിന് n minus 1 ആയിട്ട് റീപ്ലേസ് ചെയ്യുമ്പോഴാണ് ഈ കാണുന്ന ഇന്റഗ്രൽ ലഭിക്കുന്നത്. സോ ഈ ഇന്റഗ്രൽ ആക്ച്വലി ഐ n minus 1 എന്ന് പറയുന്ന ഇന്റഗ്രൽ ആണ്. ഓക്കെ, നമ്മളത് അങ്ങനെ എഴുതിയിടണമെന്നില്ല, നിങ്ങൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതണമെന്നില്ല. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 cos raised to 2n theta d theta. ഇതാണ് നമ്മളിപ്പോൾ ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇന്റഗ്രൽ കണ്ടുപിടിക്കലായിരുന്നു ഉദ്ദേശം. സോ ഇവിടെ എന്തോ ഐ എൻ ഈക്വൽ ടു ഇന്റഗ്രൽ കോസ് റേസ് ടു 2n plus 1 തീറ്റ. ഹിയർ ഇറ്റ് ഈസ് 2n plus 1. തെറ്റിയതാണ്, ഇവിടെ 2n plus 1 ആണ്. കോസ് റേസ് ടു 2n plus 1 തീറ്റ ഡി തീറ്റയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ നോക്കിയാൽ ഈ കാണുന്ന ഇന്റഗ്രൽ കോസ് റേസ് ടു 2n plus 1 തീറ്റ എന്ന ഇന്റഗ്രൽ അവിടെയും ഇവിടെയും വന്നു. നമുക്ക് അതിനെ ഒന്ന് കമ്പൈൻ ചെയ്യാം. സോ ഇവിടെ -2n ഉള്ള ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ +2n ആയിട്ട് മാറി. So we have 1 plus 2n into integral 0 to pi by 2 cos raised to 2n plus 1 theta d theta equal to 2n into integral 0 to pi by 2 ശരിയല്ലേ ചെയ്തത് cos raised to 2n minus 1 theta d theta. Okay, so we have integral 0 to pi by 2 cos raised to 2n plus 1 theta d theta equal to ഇത് കണ്ടുപിടിക്കലായിരുന്നു നമ്മുടെ ഉദ്ദേശം 2n by 1 plus 2n integral 0 to pi by 2 cos raised to 2n minus 1 theta d theta. Okay,
ഇത് നമ്മൾ ശരിക്കും +2 ലെവലിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള റിസൾട്ട് ആണ്. ഇതുപോലെ nth ഇന്റഗ്രൽ കാണുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിൽ സെയിം ഇന്റഗ്രൽസിനെ കമ്പൈൻ ചെയ്തിട്ട് അതിനൊരു റെക്കറൻസ് ഫോർമുല പോലെ എഴുതാറുണ്ട്. ഇവിടെ ആക്ച്വലി എന്താ ലഭിച്ചിരിക്കുന്നത്? ഇവിടെ നമുക്ക് ഫൈനൽ ആൻസർ അല്ല ലഭിച്ചിരിക്കുന്നത്. കോസ് റേസ് ടു 2n+1 തീറ്റയുടെ ഇന്റഗ്രൽ നമുക്ക് കാണണമെങ്കിൽ നമുക്ക് ആദ്യം എന്താ അറിയണം? കോസ് റേസ് ടു 2n- തീറ്റയുടെ ഡെറിവേറ്റീവ് അറിയണം. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെ എക്സ്പ്രസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. സോ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ഇവിടെ കോസിന്റെ ഡിഗ്രി കുറഞ്ഞു വരും. അവസാനം നമുക്കത് കോസ് തീറ്റയിലോ അല്ലെങ്കിൽ സീറോയിലോ അത് അവസാനിക്കും. നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനാവും. അതാണ് അതിന്റെ പ്രോസസ്സ്. അപ്പൊ നമ്മളിവിടെ ചെയ്ത് നിർത്തിയാൽ ഞാൻ ഈ ടേം കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ ഇന്റഗ്രൽ 0 to π/2 കോസ് റേസ് 2n+1 തീറ്റ. അതിന് പകരം നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഹാവ്, ഞാൻ ഇത്രയും എഴുതിയ പാർട്ട് നിങ്ങൾ ബ്രാക്കറ്റ് ഇട്ട് വയ്ക്കുക. അതിന് കണ്ടിന്യൂഷൻ ആയിട്ട് എഴുതണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഫോർമുല പഠിച്ചു വെച്ചിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ എഴുതാം. പരീക്ഷയ്ക്ക് എഴുതണം നിർബന്ധമില്ല. ഓക്കെ, സോ 2 into 2n factorial divided by n factorial square into 2 raised to 2n into, ഇനി നമ്മൾ ഇവിടെ ചെയ്ത കാര്യം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Here it is 2n by 1 plus 2n integral 0 to π/2 cos raised to 2n minus 1 theta d theta. നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്ത് വെച്ചു. നമ്മൾ അതിനെ ഒന്നും കൊണ്ട് ഇനി സിംപ്ലിഫൈ ചെയ്ത് മാറ്റണം. സോ ദിസ് ഈക്വൽ ടു, ഇതിന് ഒരു പ്രാവശ്യം ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ ഇതുപോലുള്ള ഒരു റിസൾട്ടിലേക്ക് മാറി. ഇതിന് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. സോ വി ഹാവ് 2 into 2n factorial divided by n factorial square into 2 raised to 2n into 2n divided by 1 plus 2n into. ഇതുപോലെ അടുത്ത ഒരു പ്രാവശ്യം കൂടി ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് റിസൾട്ട് ആയിരിക്കും വരുന്നത്? നമ്മൾ ആലോചിക്കേണ്ടത് ഇങ്ങനെയാണ്. ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തപ്പം എനിക്ക് ഇത്തരത്തിലാണ് ആൻസർ ലഭിച്ചത്. ഈ ഇന്റഗ്രലിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ കോസിന് റേസ് ടു 2n+1 ആണുള്ളത്. ഇവിടെ കോസ് റേസ് ടു 2n+1 ആവുന്ന സമയത്ത് ഇവിടെ വന്ന എങ്ങനെയാണ്? ഈ 1 + 2n എന്ന് പറയുന്നത് ആക്ച്വലി 2n+1 ആണ്. 1 + 2n is 2n+1. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെയുള്ള ഡിഗ്രി എന്താണോ അതിൽ നിന്ന് ഒന്ന് കുറഞ്ഞിട്ട് ഇവിടെ ഇട്ടു, അതേ ഡിഗ്രി ഇവിടെ ഇട്ടു. 2n+1 ആകുമ്പോൾ 2n by 2n+1. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് കോസ് റേസ് ടു 2n-1 ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതുന്നു? 2n-1 നിന്ന് 1 മൈനസ് ചെയ്യാം. സോ വി ഹാവ് 2n-2. ഓക്കെ, ഡിവൈഡഡ് ബൈ 2n-1. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു പറഞ്ഞത്. നമ്മൾ ആ ജനറൽ ആയിട്ട് എഴുതുന്ന മെത്തേഡാണ് പറയുന്നത്. ഈ കാണുന്ന ഇത്രയും പാർട്ട് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് ലഭിച്ച റിസൾട്ട് ആണ് ഈ കാണുന്നത്. ആ റിസൾട്ട് എങ്ങനെയാണ് എഴുതിയതെന്ന് ശ്രദ്ധിക്കാം. ഇവിടെ 2n+1 ആണെങ്കിൽ അത് അങ്ങനെ തന്നെ ഡിനോമിനേറ്ററിൽ എഴുതുന്നു, അതിൽ നിന്ന് ഒന്ന് കുറഞ്ഞിട്ട് ന്യൂമറേറ്റർ എഴുതുന്നു. സോ നമുക്ക് ഈ ഇന്റഗ്രൽ ചെയ്യണമെങ്കിൽ 2n-1 അങ്ങനെ തന്നെ നമ്മുടെ ഡിനോമിനേറ്ററിൽ എഴുതി, അതിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്തിട്ട് ന്യൂമറേറ്റർ എഴുതി. ഓക്കെ, ഇന്റഗ്രൽ 0 to π/2 കോസ് റേസ് ടു, അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ 2n+1 ഉള്ളത് അത് 2n-1 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഇവിടെ അത് എന്ത് വരും? കോസ് റേസ് ടു 2n-3. Yeah, 2n-3 തീറ്റ d തീറ്റ. സോ നമുക്ക് ഇതെങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി എന്ന് വിചാരിക്കാം. സോ ഐ ക്യാൻ റൈറ്റ് 2 into 2n factorial divided by n factorial square into 2 raised to 2n into, ബാക്കിയുള്ള ടേംസ് എഴുതാണ്. ന്യൂമറേറ്ററിൽ ടേംസ് ഇങ്ങനെ തന്നെ എഴുതാം. 2n by 2n+1 into 2n-2 divided by 2n-1 into, അടുത്ത ടേം വരാം 2n-4 divided by 2n-3. അങ്ങനെയല്ലേ കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇൻറ്റു എക്സെട്ര. ഈ ലാസ്റ്റ് എവിടെ ചെന്ന് അവസാനിക്കും എന്നാണ് നമുക്ക് അറിയാനുള്ളത്. ലാസ്റ്റ് അവസാനിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് വരുന്ന ടേം വരാം ഇന്റഗ്രൽ 0 to π/2 കോസ് തീറ്റ ഡി തീറ്റ എന്ന് അവസാനിച്ചു എന്ന് വിചാരിക്കാം. കോസ് തീറ്റ ഡി തീറ്റയിലാണ് അവസാനിക്കുന്നതെങ്കിൽ ഇവിടെ മുമ്പത്തെ ലാസ്റ്റ് ടേം നമുക്ക് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? ഇവിടെ കോസിന്റെ ഡിഗ്രി 1 ആണ്. അപ്പൊ ഡിനോമിനേറ്ററിൽ നമുക്ക് 1 വരും. ഈ ലാസ്റ്റിലേക്ക് വരുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വരും. ഇന്റഗ്രൽ 0 to π/2 നമ്മൾ കുറഞ്ഞു കൊണ്ടുവന്നിട്ട് ഡിഗ്രി ഇവിടെ കുറഞ്ഞു വരികയാണ്. ഇപ്പൊ 2n-1 2n+1 എന്നൊക്കെ പറഞ്ഞ് ഓഡ് നമ്പേഴ്സ് ആണെന്നുള്ളത് ശ്രദ്ധിക്കണം. ഓഡ് നമ്പേഴ്സ് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ അവസാനം കോസ് ക്യൂബ് തീറ്റയിൽ എത്തി എന്ന് വിചാരിക്കാം. കോസ് ക്യൂബ് തീറ്റ ആവുന്ന സമയത്ത് നമ്മൾ എന്താ എഴുതുക? ഡിനോമിനേറ്ററിൽ 3 എഴുതും, ന്യൂമറേറ്ററിൽ 2 വരും. ഇന്റഗ്രൽ 0 to π/2 കോസ് റേസ് ടു 2 മൈനസ് ചെയ്യണമല്ലോ. സോ കോസ് തീറ്റ ഡി തീറ്റ എന്ന് വരും. ഇങ്ങനെയല്ലേ നമുക്ക് വരുന്നത്? ഇതാണ് ലാസ്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്ന സ്റ്റെപ്പ്. സോ ഇന്റഗ്രൽ 0 to π/2 കോസ് തീറ്റ ഡി തീറ്റ ആവുന്ന സമയത്ത് അതിന്റെ തൊട്ട് മുമ്പിൽ ഉണ്ടാവുക 2/3 എന്നാണ്. അത് ക്ലിയർ ആയിട്ടുണ്ടോ പറഞ്ഞത്? നമ്മളിവിടെ ചെയ്തു വരുന്ന ഇന്റഗ്രൽസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കോസ് റേസ് ടു 2n+1 തീറ്റയിലാണ്. ഇതൊരു ഓഡ് നമ്പർ ആണ് 2n+1 എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ 2 മൈനസ് ചെയ്തു. അടുത്ത ഇന്റഗ്രൽ എടുത്തുമ്പോൾ വീണ്ടും 2 മൈനസ് ചെയ്തു.
അങ്ങനെ 2 മൈനസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവസാനം നമുക്ക് കോസ് ക്യൂബ് തീറ്റയിൽ എത്തിയെന്ന് വിചാരിക്കാം. അപ്പൊ കോസ് ക്യൂബ് തീറ്റ എത്തുന്ന സമയത്ത് നമ്മൾ അതിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ 3 നമ്മൾ ഡിനോമിനേറ്റർ എഴുതി, അതിൽ നിന്ന് ഒന്ന് കുറച്ച് ന്യൂമറേറ്റർ എഴുതി, അപ്പൊ 2/3 ലഭിച്ചു. ഇന്റഗ്രൽ 0 to π/2 വീണ്ടും 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കോസ് റേസ് ടു 1 തീറ്റ ഡി തീറ്റ എന്ന് മാറും. സോ ഇതിൽ അവസാനിക്കുന്ന ടേം ഇതായിരിക്കും വരിക, 2/3 ഇൻറ്റു ഇന്റഗ്രൽ 0 to π/2 കോസ് തീറ്റ ഡി തീറ്റ. ഓക്കെ, so this may simplify like this, 2 into 2n factorial divided by n factorial square into 2 raised to 2n into, ഇവിടെ നമ്മൾ കുറച്ച് കള്ളപ്പണികൾ ചെയ്യേണ്ടി വരും ഇതൊക്കെ കൂടെ റെഡിയാക്കി എടുക്കണമെങ്കിൽ. ന്യൂമറേറ്റർ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ടേംസ് നോക്കാം, 2n, 2n minus 2, 2n minus 4 എക്സെട്ര 2. എല്ലായിടത്തും 2 കോമൺ ഫാക്ടർ ആണ്. എല്ലാ ടേംസിൽ നിന്നും 2 പുറത്തെടുത്തു കഴിഞ്ഞാൽ 2 raised to n എന്ന് ലഭിക്കും. ബാക്കി ഉണ്ടാവുക n into n minus 1 into n minus 2 into എക്സെട്ര 1 ആണ്. ദാറ്റ് ഇസ് n ഫാക്ടോറിയൽ. സോ ന്യൂമറേറ്റർ നമുക്ക് 2 raised to n into n ഫാക്ടോറിയൽ എന്നായിട്ട് മാറും. ഓക്കെ, വാട്ട് അബൌട്ട് ദ ഡിനോമിനേറ്റർ? അത് നമ്മൾ മുമ്പ് പല പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്. ഡിനോമിനേറ്ററിൽ നിൽക്കുന്ന ടേം എന്താണെന്നൊന്ന് നമുക്ക് ഇവിടെ സൈഡിൽ എഴുതി നോക്കാം. ഡിനോമിനേറ്ററിലുള്ള ടേം 2n plus 1 into 2n minus 1 into എക്സെട്ര 3 വരെയാണ്. ഓക്കെ, സോ ഇതിനിടയ്ക്ക് മിസ്സിംഗ് ടേംസ് ഉണ്ട്. സോ ആ മിസ്സിംഗ് ടേംസ് ഒക്കെ ഞാൻ ചേർക്കാൻ പോവാണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2n plus 1 into 2n into 2n minus 1 into 2n minus 2 into എക്സെട്ര 2 into 3. അപ്പൊ ഞാൻ എക്സ്ട്രാ ആയിട്ട് ചേർത്ത ടേംസ് ഏതെല്ലാമാണ്? 2, 4 എക്സെട്ര 2n വരെ, അതായത് 2n into 2n minus 2 into എക്സെട്ര 2. ആ എക്സ്ട്രാ ആയിട്ട് ചേർത്ത ടേംസ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കളഞ്ഞു എന്ന് വിചാരിക്കാം. ഓക്കെ, സോ നമ്മൾ ഇത് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ന്യൂമറേറ്റർ വരുന്നത്, സോ ന്യൂമറേറ്റർ സ്വാഭാവികമായിട്ടും 2n plus 1 ഫാക്ടോറിയൽ എന്നായിട്ട് മാറും, ഡിവൈഡഡ് ബൈ താഴെ വരുന്നത് ആക്ച്വലി നമ്മൾ മുമ്പ് ചെയ്ത അതേ പ്രോസസ്സ് വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുക. 2n, 2n minus 2 എക്സെട്ര 2, എല്ലായിടത്തും 2 കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. സോ ദിസ് ഈസ് 2 raised to n into n ഫാക്ടോറിയൽ. സോ നമ്മുടെ ഇവിടെയുള്ള ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ആക്ച്വലി ഈ കാണുന്ന എക്സ്പ്രഷൻ ആണ്, 2n plus 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 raised to n into 2n. അത് നമുക്ക് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ വി ഹാവ് 2n plus 1 ഫാക്ടോറിയൽ ഇൻറ്റു, ബാക്കി വരുന്ന ബൈ എഴുതുന്നതിന് പകരം ഞാൻ മുകളിൽ എഴുതാണ്, ഇൻറ്റു 2 raised to n into n ഫാക്ടോറിയൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും ടേംസിനെ നമ്മൾ ചുരുക്കിയിട്ട് ഇവിടെ എഴുതി കഴിഞ്ഞു. ദെൻ വാട്ട് റിമെയിൻസ് ഇസ് ഇന്റഗ്രൽ 0 to π/2 cos theta d theta. ഓക്കെ, സോ ദിസ് ഈക്വൽ ടു കുറേ ടേംസ് ക്യാൻസൽ ചെയ്ത് പോകാനുണ്ടാവും. ഇവിടെ 2n ഫാക്ടോറിയൽ, ഇവിടെ ഒരു 2n ഫാക്ടോറിയൽ ഉണ്ട്, ഇവിടെ 2n plus 1 ഫാക്ടോറിയൽ ഉണ്ട്. അപ്പം ഇത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഒരു 2n plus 1 എന്നൊരു ഫാക്ടർ മാത്രം ബാക്കി വരും. ഇസ് ഇറ്റ് ട്രൂ? 2n plus 1 ഫാക്ടോറിയൽ ഇസ് 1 into 2 into 3 into എക്സെട്ര into 2n into 2n plus 1. അപ്പൊ 2n ഫാക്ടോറിയൽ വരെയുള്ള ഭാഗം ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കി 1 by 2n plus 1 എന്ന് വരും. അത് നമുക്ക് അവിടെ എഴുതി വെക്കാം, 1 by 2n plus 1 വരുന്നുണ്ട്. ദെൻ ഏതൊക്കെ ടേംസ് ആണ് ന്യൂമറേറ്ററിൽ ഉള്ളത്? ഇവിടെ ഒരു 2 വരുന്നുണ്ട്, നമുക്കത് നോക്കാം. ദെൻ 2 raised to n, 2 raised to n, രണ്ട് 2 raised to n ഉം 2 raised to n, 2 raised to n, 2 raised to 2n ക്യാൻസൽ ചെയ്ത് പോയി. n ഫാക്ടോറിയൽ ഇൻറ്റു n ഫാക്ടോറിയൽ, ഇവിടെ n ഫാക്ടോറിയൽ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയി, ഈ ടേം മുഴുവനായിട്ട് ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ട്. വാട്ട് റിമെയിൻസ് ഇസ്, മുകളിൽ ഒരു 2 ഉണ്ട് അല്ലേ, 2 by, it is 2 by 2n plus 1. Okay, into integral 0 to π/2 cos theta d theta. Cos theta യുടെ integral അല്ലേ sin theta between limits 0 to π/2. So this is 2 by 2n plus 1 into cos theta. Sin π/2 is 1, sin 0 is 0. Okay, so this equal to 2 by 2n plus 1. So this was our result, what we want to prove. Our result was, where was it? Yeah. If m equal to n, that is, if we put f of x equal to pnx itself, we have integral minus 1 to 1 pnx into pnx dx is 2 by 2n plus 1. Okay, വലിയൊരു പ്രൂഫാണ്, ബട്ട് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത് ഐ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ മാറ്റിയെടുത്തു, പി എം എക്സിന് പകരം എഫ് ഓഫ് എക്സ് എന്ന് എടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതി വെച്ചു, nth ഇന്റഗ്രൽ ചെയ്തു, നമ്മൾ റിപ്പറ്റേറ്റീവ് പ്രോസസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മളത് ഇന്റഗ്രേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ആദ്യം പി എം ഓഫ് എക്സിന് എഫ് ഓഫ് എക്സ് പി എം എക്സ് ആണെങ്കിൽ, എം നോട്ട് ഈക്വൽ ടു എൻ ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് 0 ആവുന്നുള്ള കാണിച്ചിട്ട് ഐ 0 ആവുമെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ എഫ് ഓഫ് എക്സിന് പി എൻ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ പ്രോസസ്സാണ് കുറച്ചധികം നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു റിസൾട്ട് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് നേരിട്ട് വേറെ തന്നെ ഡിറൈവ് ചെയ്ത് എടുക്കേണ്ടി വന്നു. സോ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളത്, ഇന്റഗ്രൽ 0 to π/2 ഒന്നും എഴുതണമെന്നില്ല, ഇന്റഗ്രൽ
കോസ് റേസ് ടു എൻ തീറ്റ ഡി തീറ്റ എന്നൊരു റിസൾട്ട് ഉണ്ടായിരുന്നു. ആ റിസൾട്ട് നിങ്ങൾക്ക് ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ നേരിട്ട് റിസൾട്ട് എഴുതാം. സോ ആക്ച്വലി ദ റിസൾട്ട് വാസ് 1/n into cos raised to n minus 1 theta d theta plus n minus 1/n into integral cos raised to n minus 2 theta d theta. നമുക്കിപ്പോൾ കിട്ടിയ റിസൾട്ട് ഇതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. സോ നമുക്ക് എഴുതേണ്ടത് ഇന്റഗ്രൽ കോസ് റേസ് ടു 2n+1 തീറ്റ ഡി തീറ്റ ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നമുക്ക് ഇന്റഗ്രൽ 0 to π/2 കൂടെ കൊടുത്തിട്ടുള്ള റിസൾട്ട് നേരിട്ടാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അങ്ങനെ എഴുതണമെന്നില്ല. ഈ റിസൾട്ട് അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾ ചെയ്താലും മതി. ഓക്കെ, സോ ദിസ് ഈക്വൽ ടു 1/n എന്ന് പറയുന്നത് 2n+1 ആണ്. 1/2n+1 into cos raised to n minus 1, that is 2n തീറ്റ. സോറി, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്നുണ്ട്. ഡി തീറ്റ എവിടുന്ന് വരാനാ? ഇൻറ്റു സൈൻ തീറ്റ, തെറ്റിപ്പോയതാണ്. സോ കോസ് റേസ് ടു 2n തീറ്റ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് n-1/n ആണ് വേണ്ടത്. ദാറ്റ് ഈസ് 2n/2n+1 ഇന്റഗ്രൽ കോസ് റേസ് ടു 2n+1 - 2, that is 2n-1 തീറ്റ ഡി തീറ്റ. ഇവിടെ ഐക്ക് നമുക്ക് ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ അത് ചെയ്യാനാണല്ലോ നമ്മൾ ഒരുപാട് സമയം ചെലവഴിച്ചത്. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന ഇന്റഗ്രലിന് വാല്യൂ, ഇത് ഈ കാണുന്ന nth ഡെറിവേറ്റീവിന്റെ ഫോർമുല നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ കോസ് റേസ് ടു n തീറ്റ ഡി തീറ്റയുടെ ഫോർമുല പഠിച്ചു വെച്ചാൽ മതി. അത് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആ റിസൾട്ട് എഴുതാൻ പറ്റും. കഴിയുന്നത്ര സമയം ലാഭിക്കാൻ പറ്റുമെന്ന് അർത്ഥം. ഓക്കെ, സോ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എളുപ്പമാണല്ലോ. ഇന്റഗ്രൽ 0 to π/2 കോസ് റേസ് ടു 2n+1 തീറ്റ ഡി തീറ്റയാണ് കാണുന്നതെങ്കിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ പാർട്ട് എഴുതേണ്ട കാര്യമില്ല. കാരണം അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ കോസ് π/2 0 ആവും, ലോവർ ലിമിറ്റ് കൊടുത്താൽ സൈൻ 0 0 ആവും. ഓക്കെ, സോ ഈ ഒരു ടേം 0 ആയിട്ട് മാറും. പിന്നെ ബാക്കി ഉണ്ടാവുക 2n/2n+1 ഇൻറ്റു ഇന്റഗ്രൽ 0 to π/2 കോസ് റേസ് ടു 2n-1 തീറ്റ ഡി തീറ്റ. അത് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അതാണ് ആക്ച്വലി നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതായിരുന്നു. ഇവിടെ കണ്ടില്ലേ ഈ കാണുന്ന റിസൾട്ട്. ഈ ഇന്റഗ്രലിൽ നിന്ന് നേരിട്ട് നമുക്ക് ഈ ഒരു സ്റ്റെപ്പിലേക്ക് വരാൻ പറ്റും. അപ്പം നമ്മൾ ആ എഴുതിയിട്ടുള്ള അത്രയും സ്റ്റെപ്സ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും ഈ റിസൾട്ട് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുകയാണെങ്കിൽ. ഓക്കെ.